ഒരു പേപ്പറിൽ എഴുതുക. ഇന്ന് തന്നെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് നമ്മുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോ ഒരു പേപ്പറിൽ എഴുതുക. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഹസ്സിൻ ഖുൽഖി, എന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ, കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവവും നീ നന്നാക്കണേ അല്ലാ. ഈ ദുആ നമ്മുടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എവിടെയാ വെക്കേണ്ടെന്നറിയോ? ഷോക്കേസിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അലമാരിയുടെ കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടിയിൽ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കണം. ഏതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ദിവസം 5 വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോകും. ഒന്ന് അങ്ങോട്ടിരി, ഒന്ന് ഇങ്ങോട്ടിരി. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ പൊട്ടി 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 ഇട്ട് അല്ലേ? ഓരോ കല്യാണത്തിന്റെ കോപ്രായങ്ങളെ, ഓരോ കല്യാണത്തിന് പോകുന്ന ഒരു പെണ്ണ് കല്യാണ പെണ്ണായി ആ ഒരു പുതുമണവാട്ടിയായി ഇറങ്ങുമ്പോ അവളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ അവളുടെ സ്വർണം പോട്ടെ, അവളുടെ ഡ്രസ്സും, അതുപോലെ തന്നെ ഓള് ശരീരത്തിൽ വാരി തേച്ചിട്ടുള്ള ക്രീമുകളും, ഒരുപാട് പേരുണ്ടല്ലോ, അതൊന്നും പേരൊന്നും ഓർമ്മയില്ല, പേരൊന്നും അറിയാനും പാടില്ല. ഒരുപാട് ക്രീമുണ്ട്, പുട്ടിയുണ്ട്. അതിന്റെയൊക്കെ വില നോക്കിയാൽ ഒരു 2.5-3 ലക്ഷത്തോളം വരും. അത്രമാത്രം. എന്റെ പൊന്നുസ്ത ഇത് തള്ളാൻ എന്നാന്ന് തോന്നുന്നു. പറഞ്ഞു ഞാൻ തള്ളു പറഞ്ഞതല്ല, നുണ പറഞ്ഞതല്ല. അങ്ങനത്തെ കല്യാണങ്ങൾ നടക്കാറുണ്ട് എന്റെ ഉമ്മ. നമ്മൾ ഈ പിണർമുണ്ടയിലെ കല്യാണമല്ലേ കണ്ടിട്ടുള്ളൂ. മലബാർ ഭാഗത്തേക്ക് പോണ എന്താ, അതാണ് കല്യാണം. ലക്ഷക്കണക്കിന് രൂപയുടെ വാരി പൊത്തുകയാണ്. പൈസ ഉള്ളവർക്ക് എന്തോ ആവട്ടോ, പക്ഷെ അള്ളാന്റെ അടുക്ക ചെല്ലുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. എന്ന് വെച്ച് കല്യാണ പെണ്ണ് ഒരുങ്ങണ്ടെന്നല്ല, ഒരുങ്ങണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമാണ് ആ കല്യാണ പെണ്ണായി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ആ പുതിയാപ്പിളയുടെ കൂടെ കാറിൽ പോകുന്ന സന്ദർഭം. അല്ലേ? വാപ്പമാരൊക്കെ എന്ത് കരച്ചിലാ. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷയം തീരൂല. പറഞ്ഞു വന്നത് അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഈ ദുആ നമ്മൾ കണ്ണാടിയിൽ എഴുതി വെക്കണം. കണ്ണാടി നോക്കുന്ന സമയത്തെല്ലാം ഈ ദുആ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ പറയണം, അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ചെയ്യോ എന്തുട്ട് ഹിജാബിലെ പെണ്ണുങ്ങളാണ്. ചെയ്യോ, ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ചെയ്യോ. അപ്പൊ ദുആ ഏതാണെന്ന് പറഞ്ഞേ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി.